പ്രേക്ഷകർക്ക് ചാനലിലേക്ക് സ്വാഗതം. ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്, ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ആ വ്യക്തി പാവം നിങ്ങളുടെ കാര്യത്തിൽ വേദനിക്കുന്നു, എന്തെന്നറിയേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ക്യാപ്ഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് പറഞ്ഞു, പക്ഷേ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് ബാധകമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഉള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകും. എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ഫയലാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ആഘോഷങ്ങളുണ്ട്. ആദ്യത്തെ കാർഡ് പറയുന്നതാണ്, നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ കഴിയും, നിങ്ങൾക്കൊപ്പം എന്നെന്നും ജീവിക്കാൻ കഴിയുന്നുള്ള സന്തോഷത്തിലാണ് ആ വ്യക്തി. എപ്പോഴും ആ സന്തോഷമാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. കാരണം ആ വ്യക്തി ആഗ്രഹിക്കുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളെ വിട്ടുപോകാൻ ആ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളോടൊപ്പം നിലപാടെടുത്ത് മുന്നോട്ട് പോകാനാണ്. ജീവിതത്തിൽ നിങ്ങളുണ്ടെങ്കിൽ ഏത് നരകത്തിലും സന്തോഷത്തോടുകൂടി ആ വ്യക്തി ഇരിക്കും. കാരണം നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും അത്രത്തോളം ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സ് നിറയെ നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷവും ആത്മവിശ്വാസവും ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഉയർന്ന് തലയുയർത്തി നിൽക്കാനൊക്കെ ആ വ്യക്തിക്ക് ഊർജം കിട്ടിയതൊക്കെ നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങൾ കൂടെയുണ്ടെന്നുള്ള ഉറപ്പാണ്. നിങ്ങൾ കൂടെ ഇല്ലാതെ ആയാൽ അതിനൊന്നും ഒരു താല്പര്യം ആ വ്യക്തിക്ക് ഉണ്ടാവില്ല. മനസ്സ് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാവും. ജീവിതം നിങ്ങളെ കണ്ടുകൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വേദനിക്കുന്ന കാര്യം ഉണ്ടാകുകയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരാൻ ആരെങ്കിലും ആ വ്യക്തിയുമായിട്ട് അടുപ്പമുള്ളവരെ അനുവദിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലത് വേദനയായിട്ട് നീറുന്നുണ്ട്. കൃത്യമായൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള വേദന ആ വ്യക്തിക്ക് എപ്പോഴും ഉണ്ട്. യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ തീരുമാനങ്ങളല്ല നടപ്പിലാവുന്നത്. പലപ്പോഴും പല ആളുകളും ആ വ്യക്തിയുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. ആ വ്യക്തിയെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളെ അല്ലാതെ ആരെയും ഉൾക്കൊള്ളാനോ സ്നേഹിക്കാനോ ആ വ്യക്തിക്ക് കഴിയില്ല. ആ വ്യക്തിയുടെ മനസ്സുപോലും അങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നിങ്ങളെ മനസ്സുകൊണ്ടറിഞ്ഞ് നിങ്ങളെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും തരണം ചെയ്തുകൊണ്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾ ആ വ്യക്തിക്ക് വേണം. നിങ്ങളില്ലെങ്കിൽ വളരെ എളുപ്പമുള്ള ചിരിക്കേണ്ട സാഹചര്യങ്ങളിൽ പോലും അല്ലെങ്കിൽ ഒട്ടും സമ്മർദ്ദമില്ലാത്ത സമയത്ത് പോലും ജീവിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല. കാരണം മാനസികമായിട്ട് നിങ്ങളുമായിട്ട് അത്ര അടുപ്പമുണ്ട്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി വേദനിക്കുന്നുണ്ട്. നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ആ വ്യക്തിയുടെ കുഴപ്പം കൊണ്ടല്ല. ചുറ്റുപാടുമുള്ള ചില സാഹചര്യങ്ങളും ചില വ്യക്തികളും ആ വ്യക്തിയെ വലിഞ്ഞു മുറുകുന്നുണ്ട്. ജീവിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം തീർച്ചയായിട്ടുണ്ട്. പക്ഷെ ഭയപ്പെടാനില്ല. ഒരു പുതിയ തുടക്കം ഉള്ള ചില കാര്യങ്ങളുണ്ടാവും. ആ തുടക്കം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുകയും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എല്ലാ പ്രതിസന്ധികളും മാറി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ദുഃഖം വേണ്ട, വിഷമം വേണ്ട. തീർച്ചയായിട്ടും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മനസ്സ് അതിന് സജ്ജമാക്കുക. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിലുള്ള വേദനകൾ കണ്ടറിഞ്ഞ് ഒരു പുതിയ തുടക്കം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിലുണ്ടാവും. ആ വ്യക്തിയുടെ കയ്യിൽ ആയുധം കൊടുത്തിട്ട് നിങ്ങളെ ആക്രമിക്കാൻ പറയുന്നത് പോലെയാണ്. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി. മനസ്സിൽ മുഴുവൻ നിങ്ങളോട് സ്നേഹം കാണിക്കുന്ന ആ വ്യക്തിയോട് നിങ്ങളെ ഇഷ്ടപ്പെടരുത്, നിങ്ങളുടെ കുറ്റം പറയുന്നു, നിങ്ങൾ കൊള്ളരാത്ത വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെയും ആ വ്യക്തിയെ അകറ്റാൻ അവർ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് മാറ്റുവാനാണ് അവർ ശ്രമിക്കുന്നത്. നിങ്ങളെന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, പക്ഷെ നിങ്ങൾക്ക് തന്നെ കൂടെ കൂടെ ആയപ്പോൾ മനസ്സിലായി, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ വ്യക്തിയെ എന്നിൽ നിന്ന് പിഴുതെറിയാൻ വേണ്ടി ബോധപൂർവമായിട്ട് ചില ആളുകൾ ശ്രമിക്കുന്നു. അതെനിക്ക് വേണ്ടപ്പെട്ടതാണെന്ന് ആ വ്യക്തിക്കറിയാം. ആളുകൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് പറയുന്നത് ഒരു നഷ്ടം ഉണ്ടാക്കുക. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുള്ള ജീവിതത്തിൽ നഷ്ടമുണ്ടാക്കി നിങ്ങളെയും ആ വ്യക്തിയെയും ഒരുപോലെ ആക്രമിക്കുക. എന്നിട്ട് അഭ്യുതകാംക്ഷികളാണെന്ന് പറയുക. യഥാർത്ഥത്തിൽ അവർ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും സ്നേഹമോ നല്ല അവസ്ഥയോ അല്ല കാണുന്നത്. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റി ഒന്നിനും കൊള്ളാത്തവരായിട്ട് മാറ്റുക. ജീവിതത്തിലും കരിയറിലും നിങ്ങൾ പരാജയപ്പെടുക. എന്നിട്ട് അവർ പറയുന്നു
നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നതെന്ന് പറയുക. അതാണ് അവരുടെ പൊള്ളത്തരം. പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം സംഭവിക്കും. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ട് ധൈര്യപൂർവ്വം ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറയും. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സ് വേദനിക്കുന്നുണ്ട്. ഒരുമിക്കാൻ കഴിയില്ലേ, ദുഃഖകരമായി മുന്നോട്ട് പോകുമോ എന്നോർത്ത് ഓരോ നിമിഷവും ഇപ്പം നിങ്ങൾക്ക് ആ ബന്ധത്തിൻ്റെ കാര്യത്തിലുണ്ടാകുന്ന ആശങ്കയേക്കാൾ ഒരു 100 ഇരട്ടി ആശങ്കയോടുകൂടിയാണ് ആ വ്യക്തി ജീവിക്കുന്നത്. കാരണം നിങ്ങളെക്കാൾ കൂടുതൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കാം. പക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തി, നിങ്ങളെ നഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി, രാത്രികാലങ്ങളിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സ് നിറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് പ്രതീക്ഷകൾ, അതിൻ്റെ ഇടയ്ക്ക് ആശങ്കകളുമുണ്ട്. ഇനിയെങ്ങാനും ഒരുമിക്കാൻ കഴിയില്ലേ, ഈ ശക്തികൾ, ദുഷ്ടശക്തികൾ തന്നെയും തൻ്റെ വ്യക്തിയെയും തമ്മിൽ അകറ്റുമോ? അങ്ങനെ സംഭവിച്ചാൽ ഒട്ടും ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടില്ല. അതിൻ്റെ ഇടയിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ബന്ധത്തെ അകറ്റാൻ ശ്രമിക്കുന്നവരുമായിട്ട് നിങ്ങൾ അടുക്കുന്നു എന്നുള്ളൊരു തോന്നൽ ആ വ്യക്തിക്കുണ്ടാവുന്നു. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായിട്ട് ബന്ധം ദൃഢപ്പെടുത്താൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആ വ്യക്തിയെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ ചങ്കൂറ്റത്തോടെ നിലപാടെടുക്കുന്നില്ല, കൃത്യമായ നിലപാട് പറയുന്നില്ല. നിങ്ങൾ നിലപാട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ രണ്ടു കൂട്ടരെ എതിർക്കുന്നവർക്ക് ശക്തി കുറയുമായിരുന്നു എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഇതൊരു വേദനയും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. രാത്രികളിലൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് അങ്ങനെയുള്ള വേദന വരുന്നുണ്ട്. നിങ്ങൾ കൃത്യമായി ആ വ്യക്തിയെ പരിപാലിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, നിലപാടെടുക്കുന്നില്ല, സഹായിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അത് രണ്ട് ഭാഗത്തു നിന്നുള്ളൊരു സമ്മർദ്ദം മൂലമാകാം. രണ്ട് ഭാഗത്തുനിന്നും എൻ്റെ ഇഷ്ടത്തെ, സ്നേഹത്തെ ആരും മനസ്സിലാക്കുന്നില്ല, എൻ്റെ ആത്മാർത്ഥത, എൻ്റെ മനസ്സിനെയും മനസ്സിലാക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. ആ പരാതി നിങ്ങൾ മാനസികമായിട്ട് ആ വ്യക്തിയുമായിട്ട് കുറേ തുറന്ന് സംസാരിക്കേണ്ടതുണ്ട്. ആ വിഷമവും പരാതിയും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. തീർച്ചയായിട്ടും അത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന്. എതിർക്കുന്നവർക്ക് മുമ്പിൽ ശക്തമായിട്ട് എതിർക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ വെയിറ്റ് ചെയ്യൽ ഏറ്റവും നല്ലതാണ്. കാരണം ശത്രുക്കൾ അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഊർജം പകരാനും നിങ്ങൾക്ക് കൃത്യമായി നിലനിൽക്കാനും ഒക്കെ ഈ വെയിറ്റ് ചെയ്യലിന് ശേഷം നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാം. എല്ലാ പ്രതിസന്ധികളും മാറുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.